ലിബിയയിലെ ട്രിപ്പോളിയിൽ കുടുങ്ങിയ 6 മലയാളി കുടുംബങ്ങളും 3 തമിഴ് കുടുംബങ്ങളും ഉൾപ്പെടെ 29 പേരടങ്ങുന്ന സംഘമാണ് എത്തിയത്. രാവിലെ 8:30യോടെയാണ് മലയാളികളുടെ ആദ്യ സംഘം എത്തിയത്. 11 പേരടങ്ങുന്ന മറ്റൊരു സംഘം തമിഴ്നാട്ടുകാരാണ്. ഇവർ ബോംബെയിൽ നിന്നും ചെന്നൈ വിമാനത്താവളത്തിലെത്തും. ലിബിയയിലെ ട്രിപ്പോളിയിൽ നിന്നും ഇസ്താംബുൾ വഴിയാണ് കൊച്ചിയിലെത്തിയത്. വിസ കാലാവധി അവസാനിച്ചിട്ടും ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ലിബിയയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ. നാട്ടിലെത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹായം ഉണ്ടായിട്ടില്ലെന്ന് അവർ പ്രതികരിച്ചു. പലതവണ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും നിരാശയായിരുന്നു ഫലമെന്നായിരുന്നു പ്രതികരണം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഉണ്ടായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എംബസിയിൽ നിന്നും യാതൊരു സഹകരണവും ഇല്ലായിരുന്നു. പിന്നെ കേരള സർക്കാരിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറ് 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് വർക്ക് ചെയ്ത ഒരു ലിബിയൻ ആണ് ഞങ്ങളെ സഹായിച്ചത്. അവരുടെ ഗസ്റ്റ് ഹൗസിൽ ഒരു ബീച്ചിന്റെ സൈഡിലായിരുന്നു ഞങ്ങൾ ഇത്രയും നാൾ 1.5 മാസം. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് ഇവരെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്നലെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് സംഘർഷത്തിന് കാരണമെന്നാണ് ഇവർ പറയുന്നത്. മാർച്ച് 25-നാണ് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഷെല്ലാക്രമണം ഉണ്ടായത്. സംഘർഷമുണ്ടായ സ്ഥലത്ത് കുടുങ്ങിക്കിടന്ന എല്ലാ മലയാളികളും തിരികെ എത്തി. അവിടെ ഫാമിലി പ്രോബ്ലമാണ്. കാരണം ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ 10, 200, 300 കുടുംബങ്ങളുണ്ട്. അങ്ങനെ 2 കുടുംബങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് മാറും. മീഡിയ 1 കൊച്ചി.